കൈക്കൊള്ളണമേ. ഞങ്ങളുടെ കർത്താവും ദൈവവുമേ, നിന്റെയും ദിവ്യന്മാരായ നിന്റെ സ്നേഹിതന്മാരുടെയും നിന്റെ വിശുദ്ധ സഭയുടെ ശില്പിയും പണിക്കാരനുമായ പൗലോസ്ലീഹായുടെയും കൽപ്പനകളെ വെടിപ്പോടും വിശുദ്ധിയോടും കൂടി ആചരിപ്പാൻ എന്നേക്കും ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കണമേ. ഭാഗ്യവാനായ പൗലോസ്ലീഹ റോമർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായത്തിൽ നിന്നും യേശുവിനെ കർത്താവ് എന്ന വായ്കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചോരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷപ്പെടും. ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായ് കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യുന്നു. അവനിൽ അവൻ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവർക്കും നൽകുവാൻ തക്കവണ്ണം സമ്പന്നൻ ആകുന്നു. കർത്താവിന്റെ നാമത്തെ വിളിച്ച് അപേക്ഷിക്കുന്ന ഏവരും രക്ഷിക്കപ്പെടും എന്നുണ്ടല്ലോ. എന്നാൽ അവർ വിശ്വാസിക്കാത്തവനെ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? അവർ കേട്ടിട്ടില്ലാത്തവനിൽ എങ്ങനെ വിശ്വസിക്കും? പ്രസംഗിക്കുന്നവനില്ലാതെ എങ്ങനെ കേൾക്കും? ആരും അയക്കാതെ എങ്ങനെ പ്രസംഗിക്കും? നന്മ സുശേഷിക്കുന്നവരുടെ കാൽ എത്ര മനോഹരം എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിയാകുന്ന ബലികൾ കർത്താവിനെ കഴിപ്പീൻ. കാഴ്ചകൾ തന്റെ വിശുദ്ധമണ്ഡപത്തിൽ പ്രവേശിച്ച് വിശുദ്ധലോലകാലത്തും കർത്താവിനെ വന്ദിപ്പീൻ. ദൈവികമായ നിന്റെ വചനങ്ങളാൽ ഞങ്ങൾക്ക് സൗഖ്യം ചെയ്യണമേ. നിന്റെ വിശുദ്ധ സാരാംശം, നിന്റെ ദിവ്യജ്ഞാനങ്ങളുടെ ഐശ്വര്യം, നിന്റെ വിശുദ്ധ റൂഹായുടെ നല്ലൊരു കൊണ്ട് അവരെ ഞങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങൾ സന്തോഷപൂർവ്വം നിന്റെ കൽപ്പനകൾ ആചരിക്കുകയും നിന്റെ തിരുഹിതം പരിപൂർണമായി നിവർത്തിക്കുകയും ചെയ്യുവാൻ ഞങ്ങൾക്ക് നീ കൃപ നൽകണമേ. നിന്നുള്ള അനുഗ്രഹങ്ങൾക്കും കരുണകൾക്കും ഞങ്ങളെല്ലായ്പ്പോഴും യോഗ്യതയുള്ളവരായി തീരുകയും ചെയ്യണമേ. ഓശോ സഹോദരനെ നാം മടക്കത്തോടും ഭയത്തോടും ഉണക്കത്തോടും ശ്രദ്ധിച്ച് നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ വിശുദ്ധ ദൈവത്തിന്റെ ജീവവചനങ്ങളെ അറിയിക്കുന്നേ കേൾക്കണം. ലോകത്തിന് ജീവനും രക്ഷയും അറിയിക്കുന്ന വിശുദ്ധ ലൂക്കോസ് എവങ്കേലിസ്തന്റെ ജീവൻ നൽകുന്ന അറിയിപ്പായ നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ വിശുദ്ധ എവങ്കേലിയോ. വിശുദ്ധ കന്യക മറിയാമിൽ നിന്ന് ജഡമെടുത്ത ദൈവമായി ജീവന്റെ വചനമായി നമ്മുടെ കർത്താവും ദൈവവും രക്ഷിതാവുമായിരിക്കുന്ന യേശു മിശിഹായുടെ ജനന പെരുന്നാളിന് മുൻപാകെ ഇപ്രകാരം സംഭവിച്ചു. യഹൂദ്യ രാജാവ് ആയ ഹെരോദാവിന്റെ കാലത്ത് അബിയാക്കൂറിന്റെ സക്കറിയാവെന്ന പേരുള്ള പുരോഹിതൻ ഉണ്ടായിരുന്നു. അവന്റെ ഭാര്യ അഹരോന്റെ പുത്രിമാരിൽ ഒരുത്തിയായിരുന്നു. അവൾക്ക് എലിസബത്ത് എന്ന പേര്. ഇരുവരും ദൈവസന്നിധിയിൽ നീതിയുള്ളവരും കർത്താവിന്റെ സകല കൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റമില്ലാത്തവരുമായി നടക്കുന്നവരും ആയിരുന്നു. എലിസബത്ത് മച്ചിയാകൊണ്ട് അവർക്ക് സന്തതിയില്ലാനും ഇരുവരും വയസ്സ് ചെന്നവരും ആയിരുന്നു. അവൻ കൂരിന്റെ ക്രമപ്രകാരം ദൈവസന്നിധിയിൽ പുരോഹിതനായ ശുശ്രൂഷ ചെയ്തു വരുമ്പോൾ പൗരോഹിത്യ മര്യാദ പ്രകാരം കർത്താവിന്റെ മന്ദിരത്തിൽ ചെന്ന് ധൂപം കാട്ടുവാൻ അവന് നറുക്ക് വീണു. ധൂപം കാട്ടുന്ന നാഴിയിൽ ജനസമൂഹമൊക്കെയും ഉറക്ക പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ കർത്താവിന്റെ ദൂതൻ ധൂപപീഠത്തിന്റെ വലത്ത് ഭാഗത്ത് നിൽക്കുന്നവനായിട്ട് അവന് പ്രത്യക്ഷനായി. സക്കറിയാവ് അവനെ കണ്ടു
ഭ്രമിച്ചു പരവശനായി. ദൂതൻ അവനോട് പറഞ്ഞത്, സക്രിയാവേ, ഭയപ്പെടേണ്ട. നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി നിന്റെ ഭാര്യ എലിസബെത്ത് നിനക്ക് ഒരു മകനെ പ്രസവിക്കും. അവന് യോഹന്നാൻ എന്ന് പേരിടണം. നിനക്ക് സന്തോഷവും ഉല്ലാസവും ഉണ്ടാകും. അവന്റെ ജനത്തിങ്കൽ പലരും സന്തോഷിക്കും. അവൻ കർത്താവിന്റെ സന്നിധിയിൽ വലിയവനാകും. വീഞ്ഞും മദ്യവും കുടിക്കയില്ല. അമ്മയുടെ ഗർഭത്തിൽ വെച്ച് തന്നെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയും. അവൻ ഇസ്രായേൽ മക്കളിൽ പലരെയും അവരുടെ ദൈവമായ കർത്താവിലേക്ക് തിരിച്ചു വരുത്തും. അവൻ അപ്പന്മാരുടെ ഹൃദയങ്ങളെ മക്കളിലേക്കും വഴങ്ങാത്തവരെ നീതിമാന്മാരുടെ ബോധത്തിലേക്കും തിരിച്ചുകൊണ്ട് ഒരുക്കമുള്ളൊരു ജനത്തെ കർത്താവിന് വേണ്ടി ഒരുക്കുവാൻ അവന് മുൻപായി ഏലിയാവിന്റെ ആത്മാവോടും ശക്തിയോടും കൂടെ നടത്തും. സക്രിയാവ് ദൂതനോട്, ഇത് ഞാൻ എന്തോന്നിനാൽ അറിയും? ഞാൻ വൃദ്ധനും എന്റെ ഭാര്യ വയസ്സും ചെന്നവളും എന്ന് പറഞ്ഞു. ദൂതൻ അവനോട്, ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയേൽ ആകുന്നു. നിന്നോട് സംസാരിപ്പാനും ഈ സത്വാത്മാനം നിന്നോട് അറിയിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു. തക്ക സമയത്ത് നിവർത്തി വരുവാനുള്ള എന്റെ ഈ വാക്ക് വിശ്വസിക്കായ്ക കൊണ്ട് അത് സംഭവിക്കും വരെ നീ സംസാരിപ്പാൻ കഴിയാതെ മൗനമായിരിക്കും എന്ന് ഉത്തരം പറഞ്ഞു. ജനം സക്രിയാവിനായി കാത്തിരുന്നു. അവൻ മന്ദിരത്തിൽ താമസിച്ചതിനാൽ ആശ്ചര്യപ്പെട്ടു. അവൻ പുറത്തു വന്നാറ് അവരോട് സംസാരിപ്പാൻ കഴിഞ്ഞില്ല. അതിനാൽ അവൻ മന്ദിരത്തിൽ ഒരു ദർശനം കണ്ടു എന്ന് അവർ അറിഞ്ഞു. അവൻ അവർക്ക് ആംഗ്യം കാട്ടി ഊമയായി പറഞ്ഞു. അവന്റെ ശുശ്രൂഷക്കാരൻ തിരിഞ്ഞ ശേഷം അവൻ വീട്ടിലേക്ക് മടങ്ങിപ്പോയി. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. എല്ലായ്പ്പോഴും നിരന്തരം കരയേറ്റുവാൻ ഞങ്ങൾ യോഗ്യതയുള്ളവരായി തീരണമേ. ഇല്ലായ്മയിൽ നിന്ന് നമ്മെ സൃഷ്ടിക്കുകയും ഉണ്മയിലേക്ക് നമ്മെ കൊണ്ടുവരികയും ചെയ്ത ഉത്തമനും മഹോന്നതനും പാപദാസത്തിൽ നിന്ന് നമ്മെ വീണ്ടെടുത്തുകൊള്ളുകയും തന്റെ വിലയേറിയ രക്തത്താൽ പുത്രസ്വീകാര്യത്തിന് നമ്മെ നിയമിക്കുകയും ചെയ്ത പ്രധാന ആചാര്യനുമായ മിശിഹാ തമ്പുരാന് ദൈവികമായ ഈ
നമ്മുടെ ആയുസ്സിലെ എല്ലാ ദിവസങ്ങളിലും സ്തുതിയും ബഹുമാനവും വന്ദനവും എന്നേക്കും യോഗ്യമായിരിക്കുന്നു. ഓശോ വകുലസ് ബാലമേ. എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിനോട് അനുഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണം. നീതീകരിക്കുന്നവനും ശുദ്ധീകരിക്കുന്നവനും ക്ഷമിക്കുന്നവനും ഞങ്ങളുടെ ദോഷങ്ങളെ ഓർക്കാതവണ്ണം ഇല്ലാതെയാക്കുന്നവനുമായ ദീപമായ കർത്താവേ, സംഖ്യ ഇല്ലാതവണ്ണം പെരുപ്പവും വലിപ്പവുമുള്ള എന്റെ പാപങ്ങളും വിശ്വാസമുള്ള നിന്റെ സർവജനത്തിന്റെയും പാപങ്ങളും നിന്റെ സ്നേഹകാരുണ്യത്താൽ മായ്ച്ച നല്ലവനെ ദയതോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവമായ കർത്താവേ, നിന്റെ കരുണയാൽ ഞങ്ങളെയും ഞങ്ങളുടെ മാതാപിതാക്കളെയും സഹോദര സഹോദരികളെയും അധ്യക്ഷന്മാരെയും മൽപ്പാന്മാരെയും വിശുദ്ധിയും മഹത്വമുള്ള നിന്റെ തിരുസഭയുടെ സന്താനങ്ങളായ സകല വിശ്വാസികളെയും നീ ഓർത്തുകൊള്ളണമേ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ ദേഹങ്ങളെയും ദേഹികളെയും ആത്മാക്കളെയും ആശ്വസിപ്പിക്കണമേ. കരുണകളും ദൈവമാകുന്ന മഞ്ഞ ഞങ്ങളുടെ മേൽ നീ പൊഴിക്കണമേ. മഹത്വത്തിന്റെ നാഥനായി ഞങ്ങളുടെ കർത്താവായ ഞങ്ങളുടെ രാജാവായ മിശിഹായ നിങ്ങൾക്ക് പാപപരിഹാരവും പാപപരിഹാരകരും നീ ആയിരിക്കണമേ. കർത്താവേ, ഞങ്ങളോട് ഉത്തരമരുളി ചെയ്യണം. ഞങ്ങളുടെ സഹായത്തിനും തുണയ്ക്കും നീ വന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. ദൈവമേ, ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊണ്ട് കഠിനകരങ്ങളായ സകല ശിക്ഷകളും കോപത്തിന്റെ വടികളും നിന്റെ കാരുണ്യത്താൽ ഞങ്ങളിൽ നിന്ന് നീക്കി മായ്ച്ചു കളയണമേ. സമാധാനത്തിന്റെ മക്കൾക്കുണ്ടാകുന്ന നല്ല അവസാനത്തിന് ഞങ്ങളെല്ലാവരെയും യോഗ്യതയുള്ളവരാക്കണമേ. നീ സ്നേഹിക്കുന്നതും നിന്റെ ദൈവത്വത്തിന് ചേർച്ചയുള്ളതും പ്രസാദമുള്ളതുമായ ക്രിസ്തീയ പൂർണ്ണത ഞങ്ങൾക്ക് നീ സൗജന്യം ചെയ്യണം. ഞങ്ങൾ നിനക്കും നിന്റെ ഏകപിതാവിനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതിയും സ്തോത്രവും എല്ലായ്പ്പോഴും കരേറ്റിക്കൊള്ളുന്നു, ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. എന്റെ ആളുകൾക്ക് വേണ്ടി ജീവനെ വെച്ചവനായ ഉത്തമ ഇടയനായുള്ളവേ, നിനക്ക് സ്തുതി, നിനക്ക് സ്തോത്രം. മണ്ണിൽ നിന്നുള്ള നിത്യമായ മൺകട്ട ഞാനായിരിക്കെ നിന്റെ ദൈവീക രഹസ്യങ്ങളുടെ ശുശ്രൂഷയ്ക്ക് എന്നെ യോഗ്യനാക്കി തീർക്കുകയും മേലുള്ള ഉന്നതങ്ങളിൽ നിന്ന് നിന്റെ ശ്രേഷ്ഠതത്തെ സ്തുതിക്കുന്ന കോപന്മാരോടും നിനക്ക് കാതീശ പാടുന്ന ശ്രാഫ്യന്മാരോടും കൂടെ നിനക്ക് സ്തുതി പാടുവാൻ എനിക്ക് നീ കൃപ നൽകുകയും ചെയ്തിരിക്കുന്നുവല്ലോ. കണ്ടാലും അഗ്നിമയമായ സ്ഥലത്ത് അഗ്നിജ്വാലയുടെ സിംഹാസനത്തിന് മുൻപാകെ ഞാൻ നിന്റെ ജനത്തിന് പാപപരിഹാരം നിന്റെ സകല സൃഷ്ടികളും മോചനവും യാചിക്കുന്നു. കർത്താവേ, ദുഷ്ടതക്കാരുടെ മുൻപാകെ നിന്റെ സമൃദ്ധിയുള്ള ഭണ്ഡാരത്തെ നീ തുറന്ന് കൊടുക്കണമേ. നിന്റെ ഇടവകയിലെ ആളുകളിന്മേൽ നിന്റെ നന്മകളെ നീ ചൊരിയണമേ. കടക്കാരുടെ കടച്ചീട്ടിനെ നീ കീറിക്കളയണമേ. പാപികളുടെ കുറ്റങ്ങളെ ക്ഷമിക്കണമേ. ഞങ്ങൾ ചെയ്തു പോയിരിക്കുന്ന അകൃത്യങ്ങളെ നിന്റെ ഓർമ്മയിൽ നിന്ന് മായ്ച്ചു കളയണമേ. കാണാതെ പോയവർ നീ മുഖാന്തരം തിരിച്ചു വരികയും നിന്റെ മുൻപാകെ ഒരുമിച്ച് കൂടുകയും ചെയ്യണമേ. കർത്താവേ, നിന്റെ കൃപയിൽ ശരണം വെച്ചുകൊണ്ട് ഞങ്ങളുടെ മുൻപാകെ വയ്ക്കപ്പെട്ടിരിക്കുന്ന ഈ സ്തോത്ര കാഴ്ചകളുടെ മേൽ നിന്റെ അടുക്കിലേക്ക് ഞങ്ങൾ അടുത്തു വന്നിരിക്കുന്നു. നിന്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് ഞങ്ങളുടെ കുർബാനകളിൽ പ്രസാദിച്ച് അവയെ ശുദ്ധീകരിക്കുകയും ഞങ്ങളുടെ അന്യായത്തിൽ നിന്ന് ഞങ്ങളെ പുണ്യപ്പെടുത്തുകയും നാശമില്ലാത്ത അങ്കി ഞങ്ങളെ ധരിപ്പിക്കുകയും നിന്റെ മോക്ഷത്തിലുള്ള ആനന്ദത്തിന് ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കുകയും ചെയ്യുമാറാകണം. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും ഏകപുത്രൻ പരിശുദ്ധ റൂഹായ്ക്കും സ്തുതിയും സ്തോത്രവും കരയിച്ചു ആയിരിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് വിമോചനവും എന്നേക്കും ദൈവത്തിൽ നിന്ന് നാം പ്രാപിക്കുമാറാകാം. ബലഹീനരും പാപികളുമായ നാം
ഭംഗിയോട് നിന്ന് ബഹുമാനം വട്ടക്കാരന്റെ പിന്നാലെ ചൊല്ലണം. ദൈവത്തിന്റെ ഏകപുത്രനും സർവ്വലോകവും പിതാവും ജനിച്ചവനും പ്രകാശത്തുള്ള പ്രകാശം സത്യത്തിലുള്ള സത്യവും ജനിച്ചവനും സൃഷ്ടിയിലാത്തവനും സത്യത്തെ പിതാവിന്റെ ഏകത്വമുള്ളവനും സകല ശിഷ്യന്മാരുമായും മനുഷ്യനായ ഞങ്ങൾക്ക് ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി സ്വർഗ്ഗത്തിൽ നിറങ്ങി വിശുദ്ധരൂപമായും കന്യകയായും ജഡത്തിൽ മനുഷ്യനായി പന്തിയോസ് പിലാത്തോസ് നാളുകളിൽ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് കഷ്ടതയനുഭവിച്ച് തിരക്കപ്പെട്ട് ദീർഘകാലം നമ്മെ സേവിച്ച് തന്റെ പിതാവിനും അവസാനമില്ലാത്ത രാജ്യത്തുള്ളവരും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ തന്റെ ജീവിപ്പിക്കുന്ന കർത്താവും വചനത്തിനുള്ള മാമോദീസ ഈ ദിവസങ്ങളിൽ തങ്ങളുടെ ജന്മദിനമോ വിവാഹ വാർഷികമോ ആഘോഷിക്കുന്നവർ സ്തോത്ര പ്രാർത്ഥനയ്ക്കായിട്ട് ഒരുങ്ങി വന്നിട്ടുണ്ടെങ്കിൽ മുൻപോട്ട് കടന്നു വരാവുന്നതാണ്. Anybody who have come prepared for the Thanksgiving prayer, offered birthday and wedding Thanksgiving prayer, may kindly come forward for the Thanksgiving. ജീവിതം ശൂന്യം നീയുണ്ടെങ്കിലെന്റെ ജീവിതം ധന്യം. എല്ലാം നന്മയ്ക്കായിട്ട് മാത്രം ഞങ്ങളുടെ ഇടയിലേക്ക് തരികയും ഞങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, ഒരു അനുഗ്രഹിക്കപ്പെട്ട ദിവസം പ്രഭാത സമയത്തിൻ്റെ നന്മകൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ എല്ലാ നന്മകളും നീ ചൊരിയുമ്പോൾ തിരികെ അനുഗ്രഹത്തിൻ്റെ ഇടയിലും നിന്റെ സന്നിധിയിലോട്ട് ഞങ്ങളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് വരുവാൻ തരുന്ന അവസരങ്ങൾക്കായിട്ട് സ്തോത്രത്തിൽ കഴിഞ്ഞ നാളുകളിൽ ഉണ്ടായ എല്ലാ നന്മകൾക്കായിട്ടും എല്ലാ തിക്ത അനുഭവങ്ങൾക്കായിട്ടും സ്തോത്രം. അതിലൂടെയൊക്കെ ദൈവത്തെ കൂടുതലായി അറിയുവാൻ നീ അവരെ ബലപ്പെടുത്തുന്ന ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ബിസിനസ്സിൽ ദൈവകൃപ വ്യാപരിക്കുന്ന ഓർത്ത് സ്തോത്രം. ദാനമായി നൽകിയ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി സ്തോത്രം ചെയ്യുന്നു. ആയിരിക്കുന്ന ഇടങ്ങളിൽ അവരുടെ പഠന വളർച്ച മേഖലയിൽ ഈ കൂടെ ഇരുന്ന് സഹായിക്കുന്നവർക്ക് സ്തോത്രം ചെയ്യുന്നു. മാതാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൂരത്തായിരിക്കുന്ന പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ശക്തീകരിച്ച് ബലപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യണം. സഹോദര കുടുംബങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈ ശുശ്രൂഷയിൽ പല കാരണങ്ങളാൽ ഈ സ്തോത്ര കാഴ്ച ശുശ്രൂഷയിലും പല കാരണങ്ങളാൽ വരുവാൻ സാധിക്കാതെ പോയ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആയിരിക്കുന്ന ഇടങ്ങളിൽ അവരെ സഹായിക്കണം. പ്രവേശിക്കുന്ന പുതിയ വർഷം ഏറ്റവും നന്മയുടെയും സന്തോഷത്തിന്റെയും ദൈവത്തിലുള്ള വലിയ നന്മയുടെയും അനുഗ്രഹത്തിന്റെയും വർഷമാക്കി തീർക്കണമെന്ന് യേശുനാമത്തിലുള്ള പ്രാർത്ഥന ദൈവം കേൾക്കണമേ. നീയുണ്ടെങ്കിലെന്റെ ജീവിതം ധന്യം, നീയില്ലെങ്കിലെന്റെ ജീവിതം ശൂന്യം. നീയുണ്ടെങ്കിലെന്റെ ജീവിതം ധന്യം. നമ്മുടെ മാരാമൺ കൺവെൻഷൻ ഗീതങ്ങളിൽ പുതിയതായി ചേർത്തിരിക്കുന്ന 59ാമത്തെ പാട്ട്, സോങ് നമ്പർ 59, ഇപ്പോൾ കൊയർ
യന്ത്രങ്ങൾ നൂർത്തു നൽകുമ്പോൾ നമുക്ക് ആ സ്തോത്ര കാഴ്ച സ്വീകരിക്കാം. സോങ് നമ്പർ 59 ഫ്രം ദ മാരാമൺ കൺവെൻഷൻ ഗീതം. എപ്പോഴും ഞങ്ങളോട് കൂട്ടിയിരിക്കുന്ന നല്ല ഇടയനായ ഞങ്ങളുടെ ദൈവമായ കർത്താവ്, ഒരിക്കൽ കൂടി ദൈവസന്നിധിയിൽ വരുവാൻ ഞങ്ങളെ തന്നെ സമർപ്പിക്കുവാൻ എന്ന അവസരത്തിനായിട്ട് സ്തോത്രം ചെയ്യും. ഞങ്ങളുടെ ജീവിതാനുഭവങ്ങളിൽ ഞങ്ങളെ പുലർത്തുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ദൈവത്തിനായിട്ട് അധ്വാനിക്കുവാൻ, കാര്യപ്രവൃത്തികൾക്കായിട്ട് മുന്നേറുവാൻ തക്കവണ്ണം നീ സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യണം. യേശു നാമത്തിലുള്ള പ്രാർത്ഥന ദയവായി കേൾക്കണമേ. ആമേൻ. വേദഭാഗമാണ്. അതുകൊണ്ട് തന്നെ എല്ലാ വാക്കും ഇതിൽ ഒരേ അർത്ഥത്തിൽ ഒരേ കാര്യം നമ്മളെ വ്യക്തമാക്കുന്ന ഒരു വലിയ ബോധ്യം തരുന്നത് കൊണ്ട് കുറിവാക്യമായിട്ട് എന്തെടുക്കണമെന്ന് പെട്ടെന്ന് ചിന്തയിൽ വന്നപ്പോൾ മനസ്സിൽ വന്നതാണ് 13-ാമത്തെ വാക്യം. ദൂതൻ അവനോട് പറഞ്ഞത്, സക്കറിയാവേ, ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി നിന്റെ ഭാര്യ എലിസബേത്ത് നിനക്ക് ഒരു മകനെ പ്രസവിക്കും. അവന് യോഹന്നാൻ എന്ന പേർ ഇടണം. നിനക്ക് സന്തോഷവും ഉല്ലാസവും ഉണ്ടാകും. നമുക്ക് എല്ലാവർക്കും നവംബർ മാസം ആദ്യം മുതലാണ് നമ്മുടെ സഭ ക്രമീകരണം അനുസരിച്ച് ഒരു പുതിയ കലണ്ടർ, ലിറ്റർജിക്കൽ കലണ്ടറിന്റെ തുടക്കം ഉണ്ടാകുന്നത്. ആ വിധത്തിലാണ് എപ്പോഴും നമ്മൾ ആ ആദ്യത്തെ 2 ആഴ്ചകളിൽ ഹൂദോഷ് ഈത്തോ എന്ന്, അതായത് സഭയിലെയും സഭാ ജനങ്ങളുടെയും ശുദ്ധീകരണവുമായിട്ട് ബന്ധപ്പെട്ടുള്ള വേദഭാഗങ്ങൾ നമ്മൾ പള്ളിയിൽ വായിച്ചു കേൾക്കുകയും അതിൽ നിന്ന് ധ്യാനിക്കുകയും ഒക്കെ ചെയ്യുന്നത്. ഈ ഒരു കാലത്തിന് 2 പേരുകളാണ് എപ്പോഴും കാലാകാലങ്ങളിലായിട്ട് ഉണ്ടാകുന്നത്. നമുക്കറിയാം, സഭ ഒരുമിച്ചുള്ള ഒരു സഭ ആദ്യകാലത്തുണ്ടായിരുന്നു. ദി ഏർലി ചർച്ച് വാസ് എ യുണൈറ്റഡ് ചർച്ച്. അതുകൊണ്ടാണ് നമ്മൾ വിശ്വാസ പ്രമാണത്തിൽ, ഇന്ന് സൺഡേ സ്കൂളിൽ ബിനുമാമൊക്കെ പഠിപ്പിക്കുന്നത് കേട്ടു,
നൈസീൻ ക്രീഡിൽ പറയുന്നത് ചർച്ച് ഈസ് വൺ കാത്തലിക് ഹോളി ആൻഡ് അപ്പോസ്റ്റോളിക് ചർച്ച്. ഒന്ന് യുണൈറ്റഡ്, ഹോളി വിശുദ്ധം, കത്തോലിക്ക സാർവത്രികം, ഹോളി ആൻഡ് കാത്തലിക് ചർച്ച്. ഇത്രയും കാര്യങ്ങളാണ് സഭയെക്കുറിച്ച് ആദ്യകാലങ്ങളിൽ, അത് 325 AD ഉണ്ടായ നൈസീൻ ക്രീഡിൽ സഭയെക്കുറിച്ചുള്ള വിവരണം നടത്തുന്നത്. അതിനുശേഷം സഭയിൽ ഒത്തിരിയധികം ഭിന്നതകളൊക്കെ ഉണ്ടായി. സഭാ പിതാക്കന്മാരൊക്കെ ചിന്തിച്ചു. ഒരു 2 മെയിൻ ലൈൻ ചേർച്ചസ് ആണ് അതിലൂടെ രൂപപ്പെടുന്നത്. 1054 1054 ആണ്ടിലാണ് സഭ ഡിവൈഡ് ആദ്യമായിട്ട് ആകുന്നത്. അന്ന് ആകുമ്പോൾ വെസ്റ്റേൺ ചർച്ചും ഈസ്റ്റേൺ ചർച്ചും എന്നുള്ള വിധത്തിലാണ് ഈ 2 രൂപകൽപ്പനകൾ ഉണ്ടാകുന്നത്. ഈ വെസ്റ്റേൺ ചർച്ചിനൊക്കെ നമുക്ക് ഇന്നും അറിയാം, നമുക്ക് പാശ്ചാത്യ സഭയെന്ന് പലപ്പോഴും പേര് പറയും. നമ്മുടെ ഇടയിലായിരിക്കുന്ന കത്തോലിക്ക സഭ, മലങ്കര കത്തോലിക്ക സഭ എന്നൊക്കെയുള്ള സഭകളാണ് ആ വിധത്തിൽ ഉള്ള ഒരു വിശ്വാസം, കത്തോലിക്ക വിഭാഗമാണ് എന്ന് പറയുന്നത്. പലപ്പോഴും നമ്മൾ ഒരു കത്തോലിക്ക സഭയാകുന്നു എന്ന് പറയുന്നത് നമ്മൾ വെസ്റ്റേൺ ചർച്ചിന്റെ ഭാഗം എന്നല്ല. കാത്തലിക് എന്ന അർത്ഥം യൂണിവേഴ്സൽ എന്നാണ്, സാർവത്രികം. അതുകൊണ്ട് നമ്മൾ യൂണിവേഴ്സൽ ആയിട്ടുള്ള ഒരു ചർച്ചിന്റെ ഭാഗമാകുന്നു എന്ന് മാത്രമേ ആ ഒരു കത്തോലിക്ക കാത്തലിക് വാക്കിന് അർത്ഥം വരുന്നുള്ളൂ. പക്ഷേ ഈ 1054 ഉണ്ടായ സഭയിലുള്ള ഭിന്നത, ഡിവൈഡിന് ശേഷം പാശ്ചാത്യ സഭ എന്ന വെസ്റ്റേൺ ചർച്ചും പൗരസ്ത്യ സഭ എന്ന ഈസ്റ്റേൺ ചർച്ചും ഡിവൈഡ് ആയപ്പോൾ ഈ ഒരു കാലഘട്ടം, അതായത് ഈ ലിറ്റർജിക്കൽ കലണ്ടറിന് 2 പേരുകളുണ്ടായി. വെസ്റ്റേൺ ചർച്ചിൽ ഇതിന് ആഗമ കാലം എന്ന് പേര് വരികയും നമ്മൾ ഉൾപ്പെടുന്ന പൗരസ്ത്യ സഭയ്ക്ക് മംഗള വാർത്തകാലം എന്ന പേര് വരികയും ചെയ്യുക. കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾക്കറിയാമല്ലോ, പല ന്യൂസിലും പല വാർത്താ വിഭാഗങ്ങളിലും ഒക്കെ ഇങ്ങനെയുള്ളൊരു ന്യൂസൊക്കെ നിങ്ങൾ കണ്ടു കാണും. നമ്മൾ മാർത്തോമാ സഭയിലെ 8 ബിഷപ്സ് റോമിൽ ചെന്ന് ഇപ്പോഴത്തെ കാത്തോലിക്ക ബാബയായിരിക്കുന്ന പോപ്പ് ഫ്രാൻസിസിനെ കാണുകയും അവരുമായിട്ടുള്ള ഒരു ഡയലോഗിൽ, ഒരു ഡിസ്കഷനിൽ ഏർപ്പെടുവാൻ ദൈവം സഹായിക്കുകയും ചെയ്ത വിവരം നിങ്ങൾക്ക് എല്ലാവർക്കും ശ്രദ്ധയിലുണ്ടായിരിക്കും. ഈ ഡിസ്കഷന് ശേഷം ഉണ്ടായ ഒരു ലെറ്റർ ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ ഗ്രൂപ്പിലൊക്കെ ഷെയർ ചെയ്തിരുന്നു. അവിടെ പറയുന്നുണ്ട്, മാർത്തോമാ ചർച്ച് ഈസ് ദ ബ്രിഡ്ജ് ചർച്ച്. പല കാര്യങ്ങളിലും നമ്മൾ വെസ്റ്റേൺ കൾച്ചറിനെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കുകയും അതേ സമയത്ത് നമ്മുടെ ഇടയിൽ ഈ ഒരു ദൈവിക വിശ്വാസത്തിന്റെ പൊരുൾ തിരിച്ചു തന്ന പൗരസ്ത്യ സഭ, അതായത് ഈസ്റ്റേൺ ചർച്ച്, നമ്മൾ അതുകൊണ്ടാണ് നമ്മുടെ പേരിൽ പോലും അതിന്റെ ഒരു വിവരണമുണ്ട്. സിറിയൻ ചർച്ച് എന്നാണ് പറയുന്നത്, മലങ്കര മാർത്തോമാ സിറിയൻ ചർച്ച്. അപ്പോൾ ആ ഒരു ഈസ്റ്റേൺ വിഭാഗീയതയും ഉൾക്കൊള്ളുകയും ചെയ്യുന്ന നമ്മുടെ ആ നല്ല കാഴ്ചപ്പാടിനെ പോപ്പും വളരെ അനുമോദിക്കുകയുണ്ടായി എന്ന് ആ ലെറ്ററിലൂടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുകയാണ്. ഇവിടെ നമ്മൾ കാണുകയാണ് ആഗമനകാലം, മംഗള വാർത്തകാലം. ഈ 2 കാര്യങ്ങളിലും ഒത്തിരിയധികം വിശേഷ വ്യത്യാസമില്ല. പക്ഷേ നമ്മൾ ഒരു പൗരസ്ത്യ സഭ എന്ന് പലപ്പോഴും കൂടുതലായി ഊന്നൽ നൽകി പറയുമ്പോൾ, മംഗള വാർത്ത എന്ന് പറയുമ്പോൾ, it gives us a message of best wishes and hope and celebration. നന്മയുടെയും മംഗളങ്ങളുടെയും അനുഗ്രഹത്തിന്റെയും ഒരു നല്ല സന്ദേശം നമുക്ക് നൽകുന്നു എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഇന്ന് നമ്മൾ വേദഭാഗമായിട്ട് വായിച്ച 3 വേദഭാഗവും അതിനുശേഷമുള്ള ഏവെങ്കിലും ഭാഗവും നമുക്ക് ഈ ഒരു വലിയ വിവരണമാണ് നൽകുന്നത്. അറിയിപ്പുകളുടെ കാലം എന്ന് പറയുമ്പോൾ ആദ്യമായിട്ടുണ്ടായ അറിയിപ്പാണ് സക്കറിയാവിനും എലിസബേത്തിനും ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിൽ നമ്മൾ കാണുന്ന ഈ വേദഭാഗത്തിൽ കാണുന്നത്. അപ്രകാരം നമ്മളത് വായിച്ചു പോകുമ്പോൾ ആദ്യമായിട്ട് പുരോഹിതരും ലേവ്യരും മറ്റ് ഓരോ ട്രൈബ്സും എപ്രകാരമാണ് ദൈവത്തെ വർഷിപ്പ് ചെയ്യേണ്ടിയെന്നും
അല്ലെങ്കിൽ അവരുടെ ഉത്തരവാദിത്തങ്ങൾ, അവരുടെ ദൗത്യം എന്താകുന്നുവെന്നും നമ്മൾ ആദ്യത്തെ വേദഭാഗം 1 ദിനവൃത്താന്തം 24-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുകയുണ്ടായി. അത് ശ്രദ്ധിച്ചവർക്ക് അതിനെക്കുറിച്ച് അറിയാം എന്ന് പ്രതീക്ഷിക്കുകയാണ്. രണ്ടാമത്തെ വേദഭാഗത്തിൽ നമ്മൾ കാണുകയാണ് നമ്മൾ ആയിരിക്കുന്ന ശുശ്രൂഷയിൽ എപ്രകാരം എന്നും നഷ്ടമില്ലാതെ അല്ലെങ്കിൽ നന്മകൾ നഷ്ടമാക്കാതെ നമുക്ക് പുലരണം എന്നുള്ള വലിയൊരു ആഹ്വാനമാണ്, പ്രചോദനവും ആശ്വാസവും നൽകുന്ന രണ്ടാമത്തെ വേദഭാഗം. അതായത് എഫേസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിൽ, എഫേസ്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായത്തിൽ 9 മുതൽ 12 വരെയുള്ള വാക്യത്തിൽ വായിക്കുവാൻ സാധിക്കണം. അതിനുശേഷം നമ്മൾ സ്ലീഹാഭാഗം വായിച്ചു കേട്ടു. റോമർക്ക് എഴുതിയ ലേഖനം 10-ാമത്തെ അധ്യായം, അതിലും എങ്ങനെയാണ് പരിശുദ്ധനായ രക്ഷകർത്താവിന്റെ അനുഗ്രഹവും അതിന്റെ വലിയ പ്രൊക്ലമേഷനും ഒക്കെ നമുക്ക് ലഭിക്കുന്നതെന്ന് നമുക്ക് വായിക്കുവാനായിട്ട് സാധ്യമായിരുന്നു. ഈ 3 വേദഭാഗങ്ങൾക്ക് ശേഷമാണ് നമ്മൾ ഇന്ന് വായിച്ചു കേട്ട ഈ ഒരു അറിയിപ്പിന്റെ കാര്യം നമ്മൾ മനസ്സിലാക്കുവാനായിട്ട് ശ്രമിക്കുന്നത്. 3 കാര്യങ്ങളാണ് യോഹന്നാൻ സ്നാപകനെ കുറിച്ച്, അദ്ദേഹത്തിന്റെ ജനനത്തെ കുറിച്ച് ഈ അറിയിപ്പിലൂടെ ഗബ്രിയേൽ ദൂതൻ തന്റെ ഭക്തനായ പുരോഹിതനായ സക്രിയാവിനോടും ഭാര്യയായ എലിസബത്തിനോടും പറയുന്നത്. ആദ്യമായിട്ട് അറിയിക്കുകയാണ്, ഏത് പ്രതിസന്ധിയിലും പ്രത്യാശ പകരുന്ന അറിയിപ്പാണ് ദൈവത്തിൽ നിന്ന് എപ്പോഴും ഉണ്ടാകുന്നത്. ഇൻ എനി സർക്കംസ്റ്റാൻസസ് God gives proclamation of hope in the midst of crisis. ഏത് പ്രതിസന്ധിയിലും പ്രത്യാശ നൽകുന്ന അറിയിപ്പാണ് ദൈവത്തിൽ നിന്ന് ഉണ്ടാകുന്നത്. നമുക്കറിയാം, അവരെ ആയിരുന്ന കാലങ്ങളിൽ അവരെ കുറിച്ച് ആദ്യത്തെ 3-4 വാക്യങ്ങളിൽ വിവരണങ്ങൾ പറയുന്നുണ്ട്. അവിടെ പറയുന്നത് അവർ വളരെ നല്ല ഒരു കുടുംബമായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഒത്തിരിയധികം അഡ്ജക്റ്റീവ്സ് അവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. എല്ലാം വായിച്ച് ബുദ്ധിമുട്ടിപ്പിക്കുന്നില്ല. പക്ഷെ നമുക്കറിയാം അവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്. നീതിയുള്ളവരും ന്യായങ്ങളിലും കുറ്റമില്ലാത്തവരുമായൊക്കെ ഉള്ളവരായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഇതിന്റെ ഇടയിലും അവരുടെ ജീവിതത്തിൽ അവർക്കൊരു സങ്കടം ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കുകയാണ്. അത് ഉറപ്പായിട്ടും സാമൂഹികപരമായ വിധത്തിൽ അവർക്ക് പ്രയാസം ഉളവാക്കിയതായിരിക്കാം എന്ന് നമുക്ക് മനസ്സിലാക്കാം. അത് പലപ്പോഴും ഒരു മെന്റൽ ടോർച്ചറിന് വരെയൊക്കെ അവർക്ക് നയിക്കപ്പെടുവാനായിട്ട് കാരണമായിരിക്കാം എന്ന് നമ്മൾക്ക് സങ്കല്പിക്കാം എന്ന് ഇവിടെ കാണുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഒരു വൈദികനായിരുന്ന സക്രിയാവിന് സങ്കടമുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ ഇടയിലും ദൈവത്തിൻ്റെ ഒരു വലിയ നന്മ ഒരു കുറി വീഴുകയും ആ കുറിയിൽ നിന്ന് യെരൂശലേം ദേവാലയത്തിൽ ദൈവത്തിന് ധൂപം കാട്ടുവാൻ ആ ഒരു സമയകാലത്തേക്ക് വേർഷിപ്പ് ലീഡ് ചെയ്യുവാൻ തക്കവണ്ണം ആ വളരെ വയസ്സും ഹൃദയമായ പുരോഹിത ദമ്പതികളെ ചൂസ് ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുകയാണ്. ആ വിധത്തിൽ നമ്മൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും, ആരൊക്കെ ഏതൊക്കെ വിധത്തിലും ഒരാളെ തള്ളിക്കളഞ്ഞാലും പ്രയാസത്തിലാക്കിയാലും ദൈവം പറയുകയാണ്, പ്രതിസന്ധിയുടെ നടുവിലും പ്രത്യാശ നൽകുന്നതാണ് എന്നിൽ നിന്നുള്ള അറിയിപ്പ് എന്നത്. അവിടെ പറയുകയാണ്, അദ്ദേഹത്തിന് ആ വിധത്തിൽ ധൂപം കാട്ടുവാനായിട്ട് കാരണമായിരിക്കുകയാണ്. അവിടെ 2 കാര്യങ്ങളാണ് കാണുന്നത്. ഇറ്റ് ഈസ് നോട്ട് ഓൺലി ദ പ്രീസ്റ്റ് who submits incense or prayers before God's presence. അവിടെ പറയുന്നുണ്ട്, ജനമൊക്കെയും ഒരുമിച്ച് കൂടി വന്ന് പ്രാർത്ഥിച്ചു എന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ എന്നും ഒരു ക്രൈസ്തവ സാക്ഷ്യത്തിന്റെ ഭാഗമായി നിലകൊള്ളുമ്പോൾ മനസ്സിൽ ധരിക്കുന്നതാണ്, നമ്മൾക്ക് ആത്മീകമായ ഭോജനവും ഒക്കെ നൽകുന്ന സഭയുടെ മേൽപ്പട്ടക്കാർ, പട്ടക്കാർ അല്ലെങ്കിൽ മറ്റ് ശുശ്രൂഷകർ ഉണ്ടാകുമ്പോൾ ജനമൊക്കെയും ഒരുമിച്ച് നിന്ന് പ്രാർത്ഥിക്കുമ്പോഴും ഒരുമയോടെ ദൈവസന്നിധിയിലായിരിക്കുമ്പോഴാണ് ഈ ഒരു പ്രതിസന്ധിയുടെയും പ്രത്യാശയുടെയും പ്രതിസന്ധിയുടെ നടുവിൽ പ്രത്യാശയുടെ ഒരു കിരണം നമുക്ക് കാണുവാനായിട്ട് സാധ്യമായി തീരുന്നത്. അതിനുശേഷം there is a conversation between Gabriel angel as well as Zechariah. ആ കോൺവെർസേഷന് ശേഷം നമ്മൾ കാണുകയാണ്, രണ്ടാമതായി നമ്മൾക്ക് ചിന്തിക്കുവാനുള്ള വചനം എന്തോ, ഏത് അറിയിപ്പും
സന്തോഷവും ഉല്ലാസവും നൽകുന്ന ഒരു അറിയിപ്പായി മാറുന്നത്. അവിടെ പറയുന്നുണ്ട്, നിനക്ക് ഈ പ്രായത്തിൽ എന്തുണ്ടാകും? ഒരു മകനെ ദൈവം നൽകി തരും. അതിനുശേഷം അവിടെ പറയുകയാണ്, നിനക്ക്, അതായത് സക്കറിയാവിന് എന്തുണ്ടാകും? സന്തോഷവും ഉല്ലാസവും ഉണ്ടാകും, അല്ലേ? സോ ദ son who is going to be born for you will bring you happiness and joy എന്ന് പറയുകയാണ്. ഇവിടെ നമുക്കറിയാം, വില്യം ബാർക്ലേ എന്ന് പറയപ്പെടുന്ന ഒരു വേദ പണ്ഡിതാവ് പറയുന്നത്, യോഹന്നാൻ ഈ ലോകത്തിലായിരുന്നപ്പോൾ he did not bring gospel. അദ്ദേഹം ഗുഡ്സ്പെൽ ആണോ കൊണ്ടുവന്നത്? യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള വാർത്തയാണോ കൊണ്ടുവന്നത്? ആയിരുന്നോ? അല്ല. he did not preach the gospel. അദ്ദേഹം നല്ല സത്വർത്തമാനമല്ല പറഞ്ഞത്. പക്ഷേ അദ്ദേഹം പറഞ്ഞ വാക്ക് was a news of terror എന്നാണ് പറയുന്നത്. ഞാൻ നമ്മുടെ പ്രാർത്ഥനയിൽ എപ്പോഴും പറഞ്ഞതായിട്ടാണ് എൻ്റെ ഒരു ചിന്ത. നമ്മുടെ ബൈബിളിൽ there are some portions which are called text of terror. ഞങ്ങൾ സെമിനാരിൽ ഇത് പഠിക്കുമ്പോൾ ഞങ്ങളുടെ അച്ഛൻ ഞങ്ങളെ പഠിപ്പിക്കുന്ന വളരെ ഗാംഭീര്യത്തോടെ. ജോയലിനോട് ചോദിച്ചാൽ മതി, ഞങ്ങൾക്ക് സെമിനാരിയിൽ ഓൾഡ് ടെസ്റ്റ്മെന്റ് പഠിപ്പിക്കുന്നത് ഒരു വീൽ ചെയറിലുള്ള ഒരു അച്ഛനാണ്, MC തോമസ് അച്ഛൻ. ഒരു കാലത്തിന് ശേഷം അച്ഛൻ്റെ താഴോട്ടുള്ള ഭാഗം ഫുള്ളായിട്ട് പാരലൈസ് ആയി പോയ ഒരു അച്ഛൻ. പക്ഷെ US നിന്ന് പ്രിൻസ്റ്റൺ, വളരെ അധികം പേരുള്ള ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡോക്ടറേറ്റ് ബിരുദം നേടിയ ഒരു അച്ഛനായതുകൊണ്ട് ഈ കാലവും അച്ഛൻ ഞങ്ങൾക്ക് ശുശ്രൂഷ ചെയ്യുന്നു എന്നുള്ളൊരു ദൈവത്തിൻ്റെ വലിയൊരു നടത്തിപ്പ്. അച്ഛൻ പഠിപ്പിക്കുക ഇങ്ങനെ പറയും, സന്തോഷം മാത്രം എപ്പോഴും ലഭിക്കുമ്പോഴും വളരെയധികം ടെററൈസ് ചെയ്യുന്ന ടെക്സ്റ്റ് ബൈബിളിൽ ഉണ്ട് എന്ന് പറയും. അത് പലപ്പോഴും സ്ത്രീകളെ സംബന്ധിച്ചായിരിക്കാം. സ്ത്രീകളുടെ വളരെ പ്രയാസമേറിയ അനുഭവത്തെ ഇങ്ങനെ വിവരിക്കുമ്പോൾ പല സ്ത്രീകൾക്കും അത് വായിക്കുമ്പോൾ ബൈബിളിൽ ഇപ്രകാരമാണോ ഞങ്ങൾക്ക് പ്രതീക്ഷയും പ്രത്യാശയും നൽകുന്നതെന്ന് പറയുന്നു. പലപ്പോഴും നമ്മുടെ ദൈവം ഇത്രയോ പേരെ കൊന്നു, അല്ലെങ്കിൽ അത്രയും പേര് മരിക്കപ്പെട്ടു എന്നൊക്കെ പറയുമ്പോൾ അത് നമുക്ക് പ്രതീക്ഷ നൽകുന്ന വചനമാണോ എന്ന് ചോദിക്കുന്ന വേദഭാഗങ്ങളുണ്ട്. ഇവിടെ കാണുകയാണ്, യോഹന്നാൻ സ്നാപകൻ was not a person who shared good things. He shared about the ministry of repentance. അവിടെ അതാണ് പറയുന്നത്, അല്ലേ? അനേകരെ ദൈവത്തിങ്കിലേക്ക് തിരികെ കൊണ്ടുവരാനായിട്ട് അവനെ സാധ്യമാക്കിയിരിക്കും. ഒരു കാര്യം കൂടെ ഇവിടെ പറയുന്നത്, എല്ലാവരെയും അല്ല, പലരെയെങ്കിലും സന്തോഷിപ്പിക്കുവാനായിട്ട് ആർക്ക് സാധിക്കും? യോഹന്നാന് സാധിക്കും. കഴിഞ്ഞ ദിവസം ഇങ്ങനെ വായിച്ചു കേട്ട ഒരു കോട്ടാണ്, ഇഫ് യു ഡോണ്ട് ഹാവ് എനിമീസ് യു ഡോണ്ട് ഹാവ് ക്യാരക്ടർ ഓർ വാല്യൂസ്. നിങ്ങൾക്ക് ശത്രുവില്ലെങ്കിൽ നിങ്ങൾക്ക് മൂല്യങ്ങളോ ഒരു ബോധ്യമോ ഇല്ല എന്നുള്ള ഒരു വചനം ഇവിടെ കാണുകയാണ്. ജോൺ ദി ബാപ്റ്റിസ്റ്റ് വാസ് എ പേഴ്സൺ ഹു ഷെയർഡ് ദി ന്യൂസ് ഓഫ് ടെറർ. ദൈവത്തിങ്കിലേക്ക് വരിക, അനുദപിക്കുക എന്ന് പറഞ്ഞ് ജനങ്ങളെ ഒക്കെയും നേടുവാനായിട്ട് ഇവിടെ പറയുന്നുണ്ട് വേദഭാഗത്തിൽ. തുടർന്നുള്ള ഭാഗത്ത് യേശു ക്രിസ്തുവിന് വേണ്ടി വഴിയൊരുക്കുവാൻ തക്കവണ്ണം ആത്മാവിൽ ഏലിയാവിനെ പോലെ നിറഞ്ഞവനായി തീരുന്ന ഒരു മകനെ ആർക്ക് ലഭിക്കുകയാണ്? സക്കറിയാവിന് ലഭിക്കുകയാണ്. അങ്ങനെ നമ്മളോട് പറയുകയാണ്, ചില കാര്യങ്ങൾ നമ്മൾ പറയുമ്പോഴും ചെയ്യുമ്പോഴും അത് ടെററായിട്ട് തോന്നുമെങ്കിലും അത് നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും ഒരു സന്തോഷത്തിൻ്റെയും ഉല്ലാസത്തിൻ്റെയും ഒരു സദ്വർത്തമാനത്തിൻ്റെയും അറിയിപ്പായിട്ട്, വാർത്തയായിട്ട് തീരും എന്ന് പറയുകയാണ്. മൂന്നാമത് നമ്മളോട് ഈ ദൈവവചനം പറയുകയാണ്, ഏത് അറിയിപ്പുകളും നമ്മൾക്ക് ഒരു ദൗത്യ നിർവഹണം വെളിപ്പെടുത്തുന്ന ഒരു അറിയിപ്പായിരിക്കും എന്ന് പറയുക. നമ്മൾ സാധാരണഗതിയിൽ ഒരു പുതിയ കമ്പനി അല്ലെങ്കിൽ ഒരു പുതിയ ബിസിനസ് ഒക്കെ തുടങ്ങുമ്പോൾ വി ഹാവ് എൻ ഇന്റൻഷൻ. ഇന്ന് പലപ്പോഴും ഇന്റൻഷൻസ് പ്രോഫിറ്റ് മേക്കിംഗ് ആണെങ്കിൽ പോലും there is an intention behind any business. അതിലൂടെ ഫോർ എക്സാമ്പിൾ നമ്മുടെ ഇടയിൽ ടയർ ബിസിനസ് ഉള്ളവരുണ്ട്. അപ്പോൾ അവരുടെ ആഗ്രഹം വണ്ടി ഓടിച്ച് ടയർ പ്രയാസത്തിലായിരുന്നവർക്ക്
ടയർ നൽകി കൊടുക്കുക, അല്ലെങ്കിൽ ബെറ്റർ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് പ്രദാനം ചെയ്യുക എന്നുള്ളതാണ്. സാബിച്ചാൻ ഒരു മെഡിക്കൽ സ്റ്റോർ നടത്തുന്നു. അതിന്റെ ഉദ്ദേശം ശാരീരികമായിട്ട് പ്രയാസമുള്ളവർക്ക് there is a good motive behind all these upper motives that we have. Surely ജീവിക്കണമെങ്കിൽ നമുക്ക് അതിൽ നിന്നുള്ള ഒരു പ്രോഫിറ്റ് വേണം എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ നമ്മൾ കാണുകയാണ്, എന്തായിരുന്നു യോഹന്നാൻ ഈ ലോകത്തിലേക്ക് വരുമ്പോൾ ആ മനുഷ്യനിലൂടെ ദൈവത്തിന്റെ വലിയ ദൗത്യം എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞുവല്ലോ, അനേകരെ തിരിച്ചു വരുത്തുന്ന ഒരു പ്രവാചകനായി മാറുവാനായിട്ട് സാധിക്കും. പുതിയ നിയമം, പഴയ നിയമം, മലാക്കി പ്രവാചകൻ എന്നുള്ള ലാസ്റ്റ് പ്രോഫറ്റിക് മിനിസ്ട്രിക്ക് ശേഷം 400 വർഷക്കാലം ഒരു രീതിയിലും പ്രവാചക ശബ്ദമില്ലായിരുന്നുവെന്ന് വേദപണ്ഡിതാക്കൾ പറയുന്നു. അതിനുശേഷമാണ് ആരുടെ ശബ്ദം കേൾക്കുന്നത്? യോഹന്നാൻ സ്നാപകന്റെ ശബ്ദം. അദ്ദേഹം പറയുന്നത് യേശു ക്രിസ്തു അല്ലെങ്കിൽ ദൈവപുത്രൻ വരുവാനായിട്ട് പോകുകയാണ്, അതിനുവേണ്ടി ഞാൻ വഴിയൊരുക്കുവാൻ വന്നതാണ്. നിങ്ങൾ എന്നെയല്ല, ആരെ അനുഗമിക്കണം? നമ്മൾ പലപ്പോഴും കാണുന്നുണ്ട്, പുതിയ നിയമത്തിലൊക്കെ മറ്റ് ഭാഗങ്ങളൊക്കെ കാണുന്നതാണ്, യോഹന്നാൻ സ്നാപകൻ തന്നോട് കൂടെയുള്ള ശിഷ്യന്മാരെ പോലും യേശുവിലേക്ക് പറയുകയാണ്, ഐ ആം നോട്ട് ടു ബി യുവർ ഗുരു, ഹി ഈസ് ദ വൺ ഫോർ ഹൂം ഐ ഹാവ് കം. ഞാൻ യേശു ക്രിസ്തുവിന് വേണ്ടി വഴിയൊരുക്കുവാനായിട്ട് വന്നവൻ. ആ ഒരു വലിയ ദൗത്യം തങ്ങളുടെ ജീവിതത്തിലൂടെ നിർവഹിച്ചത് വളരെയധികം ആകർഷകമാണ്, അല്ലെ? ഈവൻ ഇൻ ദ ഡ്രസ് ദാറ്റ് ഹി പുട്ട്, അല്ലെ, ക്യാമലിന്റെ ലെതറും കഴിക്കുന്ന ഹണി, അതിലൂടെയൊക്കെ വളരെ ആകർഷണീയമാണ്. അതോടൊപ്പം അത് വളരെ മാതൃകാപരവുമാണ്, അല്ലെ? നമുക്ക് പലപ്പോഴും അല്പം ഫെയിം ജീവിതത്തിൽ ലഭിക്കുമ്പോൾ, അല്ലെ, നമുക്കെല്ലാം ചെയ്യുവാൻ സാധിക്കുമെന്ന്, അല്ലെങ്കിൽ നമ്മളൊന്ന് വി ആർ കേപ്പബിൾ എന്നുള്ള ഒരു അഹം നമ്മളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് പലപ്പോഴും അതിന്റെ ഒരു ബാക്ക്ഡ്രോപ്പ് ആയിട്ട് ലഭിക്കുന്ന പല കാര്യങ്ങളും വിട്ടുപിരിയുവാൻ സാധിക്കാതെ പോകുന്ന അനുഭവമുണ്ട്. ഇവിടെ പക്ഷേ വളരെ മാതൃകാപരമായിട്ടാണ് അദ്ദേഹം പറയുന്നത്, നോട്ട് മീ ബട്ട് ഹിം, ഞാനോ കുറയണം അവനോ വളരണം എന്നുള്ള അത്ഭുതകരമായ മാതൃകാപരവുമായ വാക്കുകൾ യോഹന്നാൻ പറയുക. നമ്മൾ ഈ കേട്ട ദൈവവചനം അറിയിപ്പുകളുടെ കാലങ്ങളിൽ യോഹന്നാൻ ഉണ്ടായ, ഗബ്രിയേൽ ദൂതനിലൂടെ ഉണ്ടായ അറിയിപ്പുകളാണ്. പക്ഷേ ഇതെല്ലാം വീക്ഷിച്ചിരുന്ന ജനങ്ങളായിക്കൊള്ളട്ടെ, സക്രിയാവ് എലിസബത്ത് ദമ്പതികളായിക്കൊള്ളട്ടെ, ആ കാലത്തിലുണ്ടായ ജനങ്ങൾ അല്ലാതെ യോസേഫും മറിയയും ഒക്കെ ആയിക്കൊള്ളട്ടെ, അവരതിനെ വളരെ വിസ്മയത്തോടെ വീക്ഷിച്ച ഒരു കാലമാണ്. കാരണം 400 വർഷക്കാലം പലപ്പോഴും ആ ഒരു എത്രയോ ജനറേഷൻസ് അല്ലേ, ഒരു രീതിയിലുമുള്ള ഒരു ഡിവൈൻ ഇന്റർവെൻഷൻ കാണാതിരുന്ന ഒരു കാലത്തിന് ശേഷം ഇങ്ങനെ യോഹന്നാൻ അവരുടെ ഇടയിലോട്ട് വരുമ്പോൾ വളരെ വിസ്മയത്തോടെ, വളരെ ആകർഷത്തോടെ വീക്ഷിച്ച ഒരു കാലത്തിൽ ആയിരിക്കുമ്പോൾ നമ്മളോട് പറയപ്പെടുകയാണ്, ഈ സുവിശേഷത്തിന് ഒരു വലിയ പ്രത്യേകതയുണ്ട്. ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിൽ നമ്മൾ ദേവാലയം കാണുന്നുണ്ട്. ലൂക്കോസിന്റെ ആദ്യ അധ്യായത്തിൽ നമ്മൾ ദേവാലയം കാണുന്നുണ്ട്. അതിന്റെ അവസാന അധ്യായത്തിലും ദേവാലയത്തിലുള്ള ഒരു ആക്ടിവിറ്റിയോടാണ് ഈ ദൈവവചനം, ഈ ഗോസ്പൽ സുവിശേഷ ഭാഗം അവസാനിക്കുന്നത്. ഈ ഒരു ദേവാലയ ദർശനങ്ങളുടെ ഇടയിൽ നമ്മളോട് പറയുകയാണ്, സജീവതയുള്ളവരാണ് നിലനിൽക്കുന്നത് എന്ന് പറയുകയാണ്, അല്ലേ? അവിടെ പുരോഹിതൻ മാത്രമാണോ? അല്ല. പക്ഷെ ജനവും ഒരുമിച്ച് ഇന്ന് ദൈവവചനത്തെ കേൾക്കുവാനും കാത്തിരിക്കുവാനും അതോടൊപ്പം അവരോടൊപ്പം വളരെയധികം പ്രാർത്ഥിക്കുവാനും സമയം കണ്ടെത്തിയ ഒരു ദൈവജനത്തെ അവിടെ കാണുകയാണ്. അങ്ങനെയെങ്കിൽ നമ്മൾ ഈ കേട്ട ദൈവവചനം ഒരു അറിയിപ്പിന്റെ ദൈവവചനം നമ്മളോട് പറയുകയാണ്, പ്രതിസന്ധിയിൽ നമുക്ക് പ്രത്യാശ പകരുന്ന അറിയിപ്പ് ദൈവത്തിലൂടെ ഉണ്ടാകും. നമ്മളോട് പറയപ്പെടുകയാണ്, നമ്മുടെ ജീവിത അനുഭവങ്ങളിൽ ഏത് കാലഘട്ടത്തിലും ഏത് അറിയിപ്പുകൾ ഉണ്ടാകുമ്പോൾ അത് സന്തോഷത്തിന്റെയും ഉല്ലാസത്തിന്റെയും അറിയിപ്പുകളായിരിക്കും. ഇന്നത്തെ സങ്കടം എന്ന് തോന്നുമെങ്കിലും ചിലപ്പോൾ നാളെ അത് സന്തോഷത്തിന്റെയും ഉല്ലാസത്തിന്റെയും എന്തുകൊണ്ട് എന്ന് പറയപ്പെടും, മനസ്സിലാക്കി തരും എന്ന് പറയുക. എപ്പോഴും നമ്മുടെ ഇടയിൽ അറിയിപ്പുകൾ ഉണ്ടാകുമ്പോൾ
അത് നമ്മളെ ഒരു പുതിയ പെർസ്പെക്റ്റീവ്, ഒരു പുതിയ ദൗത്യത്തിലേക്ക് നയിക്കുവാൻ തക്കണം ശക്തനാകുന്നു എന്ന് ഈ അറിയിപ്പുകൾ നമ്മളോട് പറയുകയാണ്. യോഹന്നാൻ സ്നാപകൻ ഈ ലോകത്തിലേക്ക് വന്നു. ഒത്തിരി കാലമൊന്നും ജീവിച്ചില്ല അല്ലേ? മരിച്ചതും കൊല്ലപ്പെട്ടതും വളരെ വിചിത്രമായ വിസ്മയിപ്പിക്കുന്ന കാരണത്താലാണ് അല്ലേ? അങ്ങനെയെങ്കിൽ നമ്മളോട് പറയുകയാണ്, ദൈവത്തിന് വേണ്ടി ജീവിക്കുവാൻ, ദൈവത്തിന് വേണ്ടി മരിക്കുവാനായിട്ട് വിളിക്കപ്പെട്ടവരാണ് നാം എല്ലാവരും. ദൈവ ശിഷ്യർ എന്ന പേർ പറയുന്നു, ദൈവ കുഞ്ഞുങ്ങൾ എന്ന പേർ പറയുന്നു. അതിലേറ്റവും വിശ്വസ്തയോടെ എല്ലാ കാലവും നിലകൊള്ളുവാൻ ദൈവം നമ്മളെ സഹായിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യും. ആർക്കെങ്കിലും ഒരാൾക്ക് ചുരുക്കമായിട്ട് കേട്ട വചനത്തിന്റെ വെളിച്ചത്തിൽ പ്രാർത്ഥിക്കണം. പ്രതികൂല കാലാവസ്ഥയുടെ സമയത്ത് ഞങ്ങളെല്ലാവരും ഒന്നിച്ചു കൂടി നിന്നെ ആരാധിക്കാനും നിന്നെ മഹത്വരിക്കാനും തന്ന ഈ അവസരത്തിന് പറയുന്നത് എത്ര മനുഷ്യർ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു മഹാഭാവികളും അരിഷ്ടനായ ഞങ്ങളുടെ മേൽ ദയ കാണിച്ച് ഞങ്ങൾ കടവണയ്ക്ക് സ്തോത്രം പറഞ്ഞു കർത്താവേ. അച്ഛൻ ഈ നല്ല മെസ്സേജിന് വേണ്ടി ഞങ്ങൾ സ്തോത്രം പറയുന്നു കർത്താവേ. ഈ മെസ്സേജ് ഞങ്ങളുടെ ജീവിതത്തെ അനുഗ്രഹപ്രദമായിരിക്കണേ കർത്താവേ. ജീവൻ എന്റെ കർത്താവേ, നിന്റെ മകന് വേണ്ടി വഴിയൊരുക്കുവാൻ യോഹന്നാൻ സ്ഥാപനം കർത്താവേ ഒരു പ്രത്യാശയുള്ള അറിയിപ്പ്, ആ പ്രത്യാശയുള്ള അറിയിപ്പ് നിങ്ങൾ ജനങ്ങളുടെ മധ്യ വരാൻ നീ സഹായിക്കും കർത്താവേ. കർത്താവിന് വഴിയൊരുക്കാൻ സ്ഥാപനത്തിന്റെ ജീവിതത്തിൽ ഞങ്ങൾ അറിയുന്നു കർത്താവേ. കൂടെ സമയങ്ങളിലൊക്കെ നിന്റെ ഹൃദയങ്ങളെ ഇടവകയായി ഞങ്ങളെ അനുഗ്രഹിക്കുന്നു കർത്താവേ. ഇടവകയായി ഞങ്ങൾ ഓരോരുത്തരും നിന്നെ അറിഞ്ഞ് നിന്നെ പറ്റിപ്പടിച്ച് ശാന്തി സമാധാനത്തിന് മുമ്പോട്ട് പോകാൻ ഞങ്ങളെ ഓരോരുത്തരും മനസ്സിലാക്കാനുള്ള ബുദ്ധിയും പരവും ശക്തിയും കണ്ടു കർത്താവേ. അച്ഛൻ്റെ നേതൃത്വത്തിന് സ്വന്തം പറഞ്ഞു കർത്താവേ. വ്യക്തമായിട്ട് ശുശ്രൂഷിക്കാൻ സ്വന്തം പറഞ്ഞു കർത്താവേ. ഇടവകയായ ഓരോ കുടുംബങ്ങളെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. വാർദ്ധക്യത്തിലിരിക്കുന്ന ഞങ്ങളുടെ വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ മധ്യവസ്ഥർക്ക് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അങ്ങനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. നല്ല വഴികളിലൊക്കെ നടക്കാൻ അവരെ സഹായിച്ചു കൊടുക്കുന്നത് കർത്താവേ. നിന്നെ പറ്റിപ്പടി ജീവിക്കാൻ നിങ്ങളെ എല്ലാവരെയും സഹായിക്കുന്നത് കർത്താവേ. വിശുദ്ധ കുർബാന ശുശ്രൂഷകളിൽ പ്രവേശിക്കുന്ന കർത്താവേ. ഞങ്ങളെ ഓരോരുത്തരും ഒരുക്കമുള്ളവരും ഞങ്ങളുടെ പാപങ്ങളെ ഏറ്റു പറഞ്ഞ് നിന്റെ ആ വലിയ ശുശ്രൂഷയെ സംബന്ധിക്കാൻ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കുന്നത്. പാപം ദീർഘമായി ക്ഷമിക്കുന്നു കർത്താവേ. ഇടവയായ ഞങ്ങളെ അനുഗ്രഹിച്ച് എല്ലാ അങ്ങനെയും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാൻ പ്രാർത്ഥനാപൂർവ്വം ഒരുങ്ങി വന്നിട്ടുള്ള എല്ലാവർക്കും അതാത് സ്ഥാനങ്ങളിൽ എഴുന്നേറ്റ് നിൽക്കാവുന്നതാണ്. സർവശക്തിയുള്ള ഭാവാന്തപുരാനെ, നിനക്ക് വിരോധമായി ലോകത്തെ രക്ഷിക്കാനായ തന്റെ കൃപയാൽ വിശുദ്ധ കന്യാമറിയാമിൽ നിന്ന് ജനിച്ച് ഞങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ച് മരിച്ച് ഞങ്ങൾക്ക് രക്ഷ നൽകിയ മിശിഹാതമ്പുരാനെ, നിനക്ക് വിരോധമായി സകലത്തെയും ജീവിപ്പിക്കുന്നതിനും ആശ്വസിപ്പിച്ച് ശുദ്ധീകരിക്കുന്നതിനുമായ പരിശുദ്ധാത്മാവാന്തപുരാനെ, നിനക്ക് വിരോധമായി ഞാൻ ചെയ്തു പോയ സകല പാപങ്ങളെയും ഏറ്റുപറഞ്ഞ സങ്കടപ്പെടുന്നു.
സത്യമായി അനുദപിക്കുന്നവരെ കൈക്കൊള്ളുമെന്ന് നീ ചെയ്തിരിക്കുന്ന വാഗ്ദാനം ഞാൻ വിശ്വസിച്ചു. സകലത്തിലും പിഴച്ചു എന്ന് ഏറ്റുപറയുന്നു. വിചാരത്തിലും വചനത്തിലും പ്രവൃത്തിയിലും ഞാൻ പിഴച്ചു. നിന്റെ കൽപ്പനകളെല്ലാം ഞാൻ ലംഘിച്ചു. നിന്റെ ശിക്ഷയ്ക്ക് പാത്രമാകുകയും ചെയ്തിരിക്കുന്നു. കാരുണ്യവാനും കൃപനിറഞ്ഞനുമായ കർത്താവേ, ചുങ്കക്കാരനെയും ആ പാപിയായ സ്ത്രീയെയും കുരിശിൽ വെച്ച കള്ളനെയും നീ കൈക്കൊണ്ട പ്രകാരം എന്നെയും കൈക്കൊണ്ട് നിന്റെ തിരുവചനത്തിന്റെ തണുപ്പാൽ എന്നെ ആശ്വസിപ്പിക്കണം. കർത്താവേ, ഞാൻ അനുഭവിക്കുന്ന തിരുശരീരവും തിരുരക്തവും എനിക്ക് ശിക്ഷാവധിക്കും കുറ്റത്തിനുമാക്കിയാതെ ജീവനും രക്ഷയ്ക്കുമാക്കി തീർക്കണമേ. ആമേൻ. സത്യമായി അനുഭവിച്ച് തങ്ങളുടെ പാപങ്ങളെ ദൈവസന്നിധി ഏറ്റുപറഞ്ഞിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരോടും കരുണാസമ്പന്നനായ ദൈവം മനസ്സറിഞ്ഞ സകല പാപങ്ങളും ക്ഷമിച്ചിരിക്കുന്നു. തന്നോടുള്ള നിരന്തര കൂട്ടായ്മയിലും പുതുജീവനും നൽകാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ ശക്തീകരിച്ച് വഴി നടത്തുമാറാകട്ടെ. തുടർന്നുള്ള ആരാധനയ്ക്കായിട്ട് എല്ലാവർക്കും എഴുന്നേൽക്കാം. എന്റെ സഹോദരങ്ങളും പ്രധാനികളുമേ, ഈ ശുശ്രൂഷ കൈക്കൊള്ളപ്പെടുവാനായി എന്നോടുകൂടെ നിങ്ങളും പ്രാർത്ഥിപ്പേ. സമാധാനത്തിലും
ഉണ്ടായിരിക്കട്ടെ. നിന്റെ ആത്മാവിലുണ്ടായിരിക്കട്ടെ. പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്ത് മശിഹാ തമ്പുരാൻ എഴുന്നള്ളിയിരിക്കുന്ന ഇടമായ ഉയരത്തിൽ ഈ സമയത്ത് നമ്മുടെ എല്ലാവരുടെയും ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ആയിരിക്കണം. ദൈവമായ കർത്താവിലാകുന്നു. പിതാവും പുത്രനും വിശുദ്ധ റൂഹായുമായ സത്യേക ദൈവത്തെ വന്ദിക്കുന്നതും സ്തുതിക്കുന്നതും സത്യമായി യോഗ്യവും ന്യായവുമാകുന്നു. കർത്താവേ, തിരുസഭയിൽ നിന്നുകൊണ്ട് ഇടവിടാതെ നിന്നെ മഹത്വപ്പെടുത്തുന്ന അഗ്നിമന്മാരുടെ ആയിരമായിരങ്ങളോടും പതിനായിരങ്ങളോടും കൂടെ സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ 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 എന്ന് ആത്മാടി സ്തുതിക്കുന്ന ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കണമേ. ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നതുമായ ദൈവത്തിനായി പരിശുദ്ധൻ 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 എന്നുള്ള സ്തുതി. രക്ഷാകരമായ പീഡാനുഭവത്തിന് താൻ ഒരുങ്ങിയപ്പോൾ തന്റെ വിശുദ്ധ കൈകളിൽ അപ്പം താനെടുത്തു. സ്തോത്രം ചെയ്തുകൊണ്ട് വാഴ്ത്തി ശുദ്ധീകരിച്ച് മുറിച്ച് തന്റെ വിശുദ്ധ സ്നേഹന്മാർക്ക് കൊടുത്തു. വാങ്ങി ഭക്ഷിപ്പീൻ, ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകുന്നത് എന്റെ ശരീരമാകുന്നു, ഇതെന്റെ ഓർമ്മയ്ക്കായി ചെയ്യും എന്ന് അരുളി ചെയ്തു. പ്രകാരം തന്നെ വീഞ്ഞിൽ നിന്നും വെള്ളത്തിൽ നിന്നും കലർത്തിയതായ കാസായും അവൻ എടുത്തു. സ്തോത്രം ചെയ്തുകൊണ്ട് വാഴ്ത്തി ശുദ്ധീകരിച്ച് തന്റെ വിശുദ്ധ സ്നേഹന്മാർക്ക് കൊടുത്തു. എല്ലാവരും ഇതിൽ നിന്ന് കുടിപ്പിൻ, ഇത് അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചൊരിയുന്ന പുതിയ നിയമത്തിലുള്ള എന്റെ രക്തമാകുന്നു എന്നരുളി ചെയ്തു. ഇങ്ങനെ നിങ്ങളെ അപ്പം തിന്നുകയും ഈ പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുമ്പോൾ അവന്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. കർത്താവേ, നിന്റെ സഭ രക്ഷാകരമായ നിന്റെ സകല വ്യാപാരങ്ങളെയും ഓരോരുത്തരും അവരവന്റെ പ്രവൃത്തികളിൻ പ്രകാരം പ്രതിപകരം നൽകുന്ന പരിഭ്രമജനകമായ നിന്റെ രണ്ടാമത്തെ എഴുന്നള്ളത്തിനെയും ഞങ്ങൾ ഓർക്കുന്നു. ഇത് നിമിത്തമായി നിന്റെ സഭയും നിന്റെ ഇടവകയും നിന്നോടും നീ മുഖാന്തരം നിന്റെ പിതാവിനോടും പ്രാർത്ഥിച്ച് ചൊല്ലുന്നു. മനോതാപത്തോടെ പ്രാർത്ഥിച്ച് ചൊല്ലുന്നു. സർവശക്തിയുള്ള പിതാവായ ദൈവമേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, ഞങ്ങൾ നിന്നെ സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും ചെയ്യുന്നു. നല്ലവനെ ദൈവമേ, ഞങ്ങളോട് കരുണ ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളോട് ഉത്തരമരുളി ചെയ്യണമേ. കർത്താവേ, ഞങ്ങളോട് ഉത്തരമരുളി ചെയ്യണമേ. കർത്താവേ, ഞങ്ങളോട് ഉത്തരമരുളി ചെയ്ത് ദയ തോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈയപ്പം നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ തിരുശരീരമായിരിക്കാൻ പരിശുദ്ധ റൂഹ അതിനെ ശുദ്ധീകരിക്കുമാറാകട്ടെ. ഈ കാസയിലുള്ള വീഞ്ഞ് നിങ്ങളുടെ കർത്താവ് യേശുമിശിഹായുടെ തിരുരക്തമായിരിക്കാൻ പരിശുദ്ധ റൂഹ അതിനെ ശുദ്ധീകരിക്കുമാറാകട്ടെ. കർത്താവേ, ഇവയിൽ സംബന്ധിക്കുന്ന എല്ലാവർക്കും കടങ്ങളുടെ പരിഹാരവും നിത്യജീവന്റെ അവകാശവും നീ നൽകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതിയും സ്തോത്രവും കരയേറ്റുവാനായിട്ട് തന്നെ ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. കർത്താവേ, നാമവാങ്കുകൾ വിശുദ്ധ സഭയെ വെച്ച് ഭരിക്കുന്നവരായ സകല
ചുമതലക്കാരെയും ഇന്ന് ഞങ്ങളെ ഭരിക്കുന്ന ഞങ്ങളുടെ പിതാവായ മെത്രാപ്പൊലീത്തായും ഞങ്ങളുമായി സംസ്കൃതത്തിലുള്ള തെന്നിന്ത്യ ഉത്തരന്റെ സഭകളുടെ മോഡറേറ്റർമാരെയും ഞങ്ങളുടെ പിതാക്കന്മാരായ യുവാക്കന്മാർ ക്രീഡോസ് ജോസഫ് മാർ ബരൻഡോസ് എന്നീ സഭകൻ മെത്രാപ്പൊലീത്തമാരെയും തോമസ് മാർ തിമോത്തിയോസ് ഐസക് മാർ ഫെലിസ്കലോസ് അബ്രഹാം മാർ പൗലോസ് മാത്യൂസ് മാർ മക്കാരിയോസ് ഗ്രിഗറിയോസ് മാർ സ്റ്റെഫനോസ് തോമസ് മാർ തീത്തോസ് ജക്കറിയാസ് മാർ എഫ്രൈം ജോസഫ് മാർ ഇവാനിയോസ് മാത്യൂസ് മാർ സെറാഫിൻ എന്നീ എപ്പിസ്കോപ്പമാരെയും കശീശന്മാർ ഷമ്മാശന്മാർ മുതലായ പട്ടത്വത്തിനടുത്ത് എല്ലാവരെയും സമസ്ത സുശേഷകർ എന്നിവരെയും കരുണയോടെ ഓർക്കണമേ. നിന്റെ വിശുദ്ധരുവായ ദാനങ്ങൾ അവർക്ക് കൊടുത്ത് അവരെ നിന്റെ തോട്ടത്തിൽ വിശ്വസ്തയോട് വില ചെയ്തവരാക്കി തീർക്കണമേ. ദൈവമായ കർത്താവ് എല്ലാ ഭരണാധികാരികൾക്കും രാജ്യതന്ത്രജ്ഞന്മാർക്കും നിയമസമാധാനങ്ങൾക്കും വേണ്ടി പ്രത്യേകമായ ഭാരത റിപ്പബ്ലിക്കിന്റെ അധ്യക്ഷനും മന്ത്രിമാർക്കും പാർലമെന്റ് അംഗങ്ങൾക്കും വേണ്ടി ഞങ്ങൾ അപേക്ഷിക്കുന്നു. ജ്ഞാനവും അറിവും നന്മ കേൾക്കുന്ന വിശാല മനസ്സും സഹന ബുദ്ധിയും ദൈവാശ്രയം അവർക്ക് കൊടുത്ത് നിന്റെ നോട്ടത്തിന് കീഴെ അവരെ നടത്തണമേ. കർത്താവായ സത്യവിശ്വാസത്തിൽ മരിച്ചു വിശ്വസിച്ചിരിക്കുന്ന വിശ്വാസികളായ സകല മരിച്ചവരെയും അവസാന നാളിൽ നീ ഉയർപ്പിച്ച് അനുകൂലമാകുമ്പോൾ അവരോട് കൂടെ ദോഷപ്രവൃത്തിക്ക് ഞങ്ങളെയും യോഗ്യതയുള്ളതാക്കി സ്വരാജ്യത്തിൽ ചേർത്ത് കൊള്ളണമേ. മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായിരിക്കുന്ന യേശുമിശിഹായുടെ അനുഗ്രഹങ്ങൾ എനിക്ക് പ്രിയമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടി എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥനയിലായിരിക്കാം. നാം ഉൾപ്പെട്ടിരിക്കുന്ന ഈ ലോകത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. രാഷ്ട്രങ്ങൾ തമ്മിൽ കലഹിക്കുമ്പോൾ പലയിടങ്ങളിലും സമാധാനം നഷ്ടപ്പെടുമ്പോൾ ദൈവമേ, ഈ അറിയിപ്പുകളുടെ കാലത്ത്, ഈ മംഗളവാർത്തയുടെ കാലത്ത് ഈ ലോക നേതാക്കളോടും ലോക സമാധാനത്തിനുമായിട്ട് ഇടപെടണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ രാജ്യത്തിനായിട്ട് പ്രാർത്ഥിക്കുന്നു. ഈ നാളുകളിലൊക്കെ പല സംസ്ഥാനങ്ങളും ഇലക്ഷന് വേണ്ടിയൊക്കെ ഒരുങ്ങുകയും ഇലക്ഷന് ശേഷം ആയിരിക്കുകയും ചെയ്യും. ദൈവമേ, നല്ല നേതൃത്വം ലഭിക്കുവാൻ തക്കവണ്ണം നീ ഇടപെടണമെന്ന് പ്രാർത്ഥിക്കുന്നു. രാഷ്ട്രത്തിന്റെ എല്ലാ നന്മകൾക്ക് വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം. പല പ്രയാസങ്ങളും, അൺഎംപ്ലോയ്മെന്റ്, പോവർട്ടി, ഇല്ലിറ്ററസി എന്നൊക്കെയുള്ള പല പ്രയാസങ്ങളും ഈ ലോകത്തിലായിരിക്കും. നമ്മുടെ രാജ്യത്തെ അത് അലട്ടുമ്പോൾ ദൈവമേ, നേതൃത്വ സ്ഥാനത്തിലുള്ളവർ തക്കതായ വിധത്തിൽ ഇടപെടുമ്പോൾ അതിലൂടെയൊക്കെ ജനങ്ങൾക്ക് നന്മ ചെയ്യുവാൻ നീ സഹായിക്കണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ സംസ്ഥാനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കേരള, ഛത്തീസ്ഗഡ്, നമ്മുടെ ചുറ്റുപാട്, നാം ആയിരിക്കുന്ന ഇടങ്ങൾ, നമ്മുടെ പരിചയത്തിലൊക്കെ ഉള്ളവർ ദൈവമേ, ഈ നാളുകളിലൊക്കെ നീ ഞങ്ങളെ ബലപ്പെടുത്തുന്നവർക്ക് ദൈവത്തോട് നന്ദി കരയിച്ചു. ഒരു കാലാവസ്ഥ മാറ്റത്തിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. ഞങ്ങൾക്ക് ഈ കാലാവസ്ഥയിൽ തരുന്ന വിവിധ തരങ്ങൾക്കായിട്ട് സ്തോത്രം. അത് ഏറ്റവും ഭംഗിയായി കാത്തു സൂക്ഷിക്കുവാൻ ഞങ്ങൾ ഈ നേച്ചറിനോട് ഇടപെടുന്നത് ദൈവമേ നിന്നാൽ നിയന്ത്രിക്കപ്പെടണമെന്ന് പ്രാർത്ഥിക്കുന്നു. നാം ഉൾപ്പെട്ടിരിക്കുന്ന ക്രൈസ്തവ സാക്ഷ്യ സമൂഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ക്രിസ്തു ശിഷ്യരെന്ന്, ക്രിസ്തു മക്കളെന്ന് പേർ വിളിക്കുന്നു. ദൈവത്തിൽ നിന്ന്, ക്രിസ്തുവിൽ നിന്ന് ലഭിക്കുന്ന വ്യത്യസ്തമായ അറിയിപ്പുകൾ നമ്മളുടെ ജീവിതത്തിൽ എന്നും നല്ല മാറ്റങ്ങൾക്ക് പ്രതീക്ഷയും സന്തോഷവും ഉല്ലാസവും ദൗത്യബോധവും നൽകുന്ന അറിയിപ്പുകളായിട്ട് മാറ്റണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അതിലൂടെ ദൈവത്തിന് നമ്മൾ ആയിരിക്കേണ്ടുന്ന വിധത്തിൽ ദൈവ സാദൃശ്യത്തിൽ വളരുവാൻ തക്കണം സാധ്യമായി തീരേണ്ടതിനായി ദൈവത്തോട് അപേക്ഷിക്കുന്നു. മലങ്കര മാർത്തോമാ സുറിയാനി സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു.
മെത്രാപ്പോലീത്ത തിരുമേനി കഴിഞ്ഞ ദിവസം ഹോസ്പിറ്റലിലൊക്കെ ആയിരുന്നു. വെല്ലൂരിലുള്ള CMC ഹോസ്പിറ്റൽ ഇപ്പോൾ റിക്കവറി ലഭിച്ചുകൊണ്ടിരിക്കും. കൊടുത്ത വലിയ സൗഖ്യത്തിന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കും. സഭയെ ഏറ്റവും ഭംഗിയായിട്ട് നേതൃത്വം നൽകുക നീ സഹായിക്കണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കും. മറ്റ് തിരുമേനികൾ നാം ഉൾപ്പെട്ടിരിക്കുന്ന ഡൽഹി ഭദ്രാസനത്തിന്റെ വ്യത്യസ്തമായ പ്രവർത്തനങ്ങൾ, സ്കൂളുകൾ, മിഷൻ ഫീൽഡുകൾ, മിഷൻ സെന്റേഴ്സുകൾ, ഇടവകകൾ, കോൺഗ്രിഗേഷൻസ്, ഇതിലൊക്കെ നേരിടുന്ന പ്രയാസങ്ങൾ, പ്രതിസന്ധികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. കാലാകാലങ്ങളിൽ സഭയ്ക്ക് ഇതിലൂടെ ധന്യമായ നേതൃത്വം ലഭിക്കുക ദൈവമേ നീ സഹായിക്കുന്നവർക്ക് സ്തോത്രം ചെയ്യും. നമ്മുടെ ഛത്തീസ്ഗഡ് സെന്ററിന് വേണ്ടി പ്രാർത്ഥിക്കും. ഉൾപ്പെട്ടിരിക്കുന്ന എല്ലാ പള്ളികൾക്കായിട്ടും പ്രാർത്ഥിക്കും. രാജാവിന് ശേഷം പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങുന്നു. ഈ ദിവസങ്ങളിലൊക്കെ ദൈവം അവരെ നയിക്കേണ്ടതായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. യുവജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. മധ്യവയസ്കർക്കായിട്ട് പ്രാർത്ഥിക്കാം. ജോലിയുടെ ആവശ്യത്തിൽ കഴിയുന്ന പല കുടുംബങ്ങളുണ്ട്, വ്യക്തികളുണ്ട്. ആശിഷിന് വേണ്ടി നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കും. മറ്റ് ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നല്ല ജോലി ആഗ്രഹിക്കുവാൻ താല്പര്യമുള്ളവർ എല്ലാവരെയും ദൈവസന്നിധിയിലോട്ട് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കും. നമ്മുടെ ഉള്ളങ്ങളെ ഉള്ളതുപോലെ അറിയുന്ന ദൈവസന്നിധിയിലേക്ക് ഒരു നിമിഷം നമ്മളെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ ആവശ്യങ്ങളെയും സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യേണ്ടതിനാണ് ദൈവത്തോട് പ്രാർത്ഥിക്കും. എല്ലാം യേശുവിൻ നാമത്തിൽ തന്നെ. പ്രാർത്ഥനകളെ കൈക്കൊള്ളുന്നവനും യാചനകളെ നൽകുന്നവനുമായ ദൈവം തമ്പുരാനെ, ഞങ്ങൾ നിന്നോട് യാചിച്ച് പരിശുദ്ധനായ ഏകപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ച ഈ കർത്തൃപ്രാർത്ഥനയെ തകർന്ന ഹൃദയത്തോടെ തിരുമുൻപാകെ പ്രാർത്ഥിച്ച് ചൊല്ലുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, വിശുദ്ധിയുള്ളതും മഹത്വമുള്ളതും സൃഷ്ടിയല്ലാത്തതും സ്വയംഭൂവായതും ആദ്യന്തമില്ലാത്തതും മധ്യമായിരിക്കുന്നതും തത്വത്തിൽ ഏകമായിരിക്കുന്ന തൃത്വത്തിന്റെ കൃപയും അനുഗ്രഹങ്ങളും എനിക്ക് പ്രിയമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആത്മാവോടുകൂടി ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധിയുമെന്നുള്ളതില്ലമ്മേ ഞങ്ങളോട് കണ്ണ ചെയ്യണമേ. സൂക്ഷിക്കണം. നിങ്ങളുടെ മേൽ അനുഗ്രഹം ചൊരിയണമേ. വിശുദ്ധിയും വെളുപ്പവുമുള്ളവർക്ക് മാത്രം നൽകപ്പെടുന്നു. പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി. തന്റെ കരുണയാൽ ലോകത്തെ നിർമ്മിച്ച പരിശുദ്ധനായ ഏകപിതാവ് നമ്മോട് കൂടെ. തിരുമേനിയുടെ വിലയേറിയ പീഡാനുഭവങ്ങളാൽ അതിനെ വീണ്ടെടുത്ത പരിശുദ്ധനായ ഏകപുത്രൻ നമ്മോട് കൂടെ. ഉണ്ടായതും ഉണ്ടാക്കുന്നതുമായ സകലത്തെയും പൂർണ്ണമാക്കുന്നതിനും നിവർത്തി വരുത്തുന്നതുമായ ജീവനും വിശുദ്ധിയുമുള്ള ഏകറുഹായും നമ്മോട് കൂടെ. കർത്താവിന്റെ തിരുനാമം ആദ്യം മുതൽ എന്നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ.
മനുഷ്യന്റെ പോലെയാകുന്നു, വയലിലെ പുല്ല് പോലെ മുളയ്ക്കുന്നു. ആദിയിലും എന്നേക്കും തന്നെ. ഞങ്ങളുടെ രക്ഷയ്ക്കായിട്ട് വന്നവരും ഞങ്ങളുടെ ഉയർത്തെഴുന്നേൽപ്പിനും ഞങ്ങളുടെ വർഗത്തിന്റെ എന്നേക്കുമുള്ള പുതുക്കത്തിനുമായി ദൈവമായിരിക്കുന്നതിനുമായ ദൈവപുത്ര, പാപപരിഹാരം ചെയ്തിരിക്കുന്നതായ എന്റെ യാഗത്താൽ നിന്റെ അടിയാർക്ക് പാപമോചനം ഉണ്ടാകുമാറാകണമേ. ദൈവമായ കർത്താവേ, കാണപ്പെടാതല്ലാത്ത നിന്റെ വലത്തുകൈ നീട്ടി കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ വിമോചനത്തിനും ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവവുമേ എന്നേക്കുമുള്ള തിരുസന്നിധിയിലുള്ള മുഖപ്രസാദത്തിനുമായി കാൽവത്താൽ വെച്ച് മുറിക്കപ്പെട്ടതും ചിന്തപ്പെട്ടതുമായ വിലമതിക്കാവല്ലാത്ത തിരുശരീര രക്തങ്ങളെ കൈക്കൊള്ളുന്ന നിന്റെ ആരാധനക്കാരുടെ കൂട്ടത്തിൽ നീ വാഴ്ത്തണമേ. മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായിരിക്കുന്ന യേശുമിശിഹായുടെ അനുഗ്രഹങ്ങൾ ഈ വിശുദ്ധതകൾ വഹിച്ചിരിക്കുന്നവരുടെയും അവയെ കൊടുക്കുന്നവരുടെയും അവയെ കൈക്കൊള്ളുന്നവരുടെയും അവയെ പ്രയത്നിച്ചവരും അനുഭവിച്ചവരും അനുഭവിക്കുന്നവരുമായ എല്ലാവരുടെ മേലും ഉണ്ടായിരിക്കും. ദൈവത്തിന്റെ ആഗ്രഹങ്ങൾ ഞങ്ങളുടെ മേലും അവരുടെ മേലും എന്നേക്കും രണ്ട് ലോകങ്ങളിലും ഉണ്ടായിരിക്കും. ആത്മാവിന്റെയും ശരീരത്തിന്റെയും സൗഖ്യത്തിന് നിങ്ങൾ ഓരോരുത്തർക്കും നൽകപ്പെടും. കർത്താവ് എനിക്ക് വേണ്ടി നമുക്ക് വേണ്ടി മരിച്ചു എന്നുള്ള വലിയ ഓർമ്മ സ്തോത്രത്തോടെ അവയെ കൈക്കൊള്ളുക. അയ്യോ പുണ്യനാഥൻ
എന്നേക്കും നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവേ യേശുമിശിഹായേ, ഞങ്ങൾ ഭക്ഷിച്ച തിരുശരീരവും ഞങ്ങൾ പാനം ചെയ്ത തിരുരക്തവും ഞങ്ങൾക്കാർക്കും ശിക്ഷാവിധിക്കും ന്യായവിധിക്കും പ്രതിപകരത്തിനുമായി തീരരുതേ. പിന്നെയോ ജീവനും രക്ഷയ്ക്കുമായി ഭവിക്കുമാറാകണമേ. ദൈവമേ, ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. കർത്താവേ, സ്വർഗീയമായ നിന്റെ മേശയിൽ നിന്ന് സംബന്ധിക്കുന്നതിന് ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കിയ നിന്റെ കരുണയുടെ ബഹുത്വം നിമിത്തം നിനക്ക് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, തിരുശരീര രക്തങ്ങളെ കൈക്കൊണ്ടതിനാൽ ഞങ്ങൾ കുറ്റം വിധിക്കപ്പെടാതെ നിന്റെ വിശുദ്ധ റൂഹായുടെ കൂട്ടായ്മയ്ക്ക് ഞങ്ങൾ യോഗ്യതയുള്ളവരായിട്ട് ആദ്യം മുതലുള്ള നിന്റെ സകല വിശുദ്ധന്മാരോടും കൂടെ ഓഹരിയും അവകാശവും ഞങ്ങൾ പ്രാപിക്കുമാറാകണമേ. നിനക്കും നിന്റെ ഏകപുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ കരേറ്റും. ഓശോ എല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്കായിട്ട് സ്വർഗം ചാച്ചിറങ്ങി വന്ന വലിയവനും അത്ഭുതനുമായ ദൈവമേ, ഞങ്ങൾ നിന്നെയും നിന്റെ ജനകനായ പിതാവായ ദൈവത്തെയും നിന്റെ പരിശുദ്ധ റൂഹായെയും ഇടവിടാതെ സ്തുതിപ്പാൻ തക്കവണ്ണം ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. ചിതറിപ്പോയവരെ കൂട്ടി ദൂരെ പോയവരെ ചേർക്കാം, തിരിക്കുക തെറ്റി പോയവരെ നൽകുക യാചിക്കുന്നോർക്കും മലിനരെ ശുദ്ധന്മാരാക്കാം, മോഹാതുരരെ നിയന്ത്രിക്കാം, പീഡിതരെ പരിരക്ഷിക്കാം, രോഗിക്ക് ആരോഗ്യം. കരുണ നിറഞ്ഞ പിതാവേ, നൽ ആശീസുകളിൻ സാഗരമേ, ഞങ്ങളണയ്ക്കും ശുശ്രൂഷ കൈക്കൊള്ളണമേ കർത്താവേ. എന്റെ സഹോദരീ സഹോദരന്മാരും പ്രിയപ്പെട്ടവരുമേ, പാപപരിഹാരം ചെയ്തിരിക്കുന്ന കർത്താവിന്റെ യാഗത്തിൽ നിന്ന് നിങ്ങൾ പ്രാപിച്ചിരിക്കുന്ന വാഴ്വുകളോടും അനുഗ്രഹങ്ങളോടും കൂടെ വിശുദ്ധിയും മഹത്വമുള്ള തത്വത്തിന്റെ കൃപയും അനുഗ്രഹങ്ങളും നിങ്ങളെ ഞാൻ ഫലമേൽപ്പിക്കുന്ന ഈ സമയത്ത് സമാധാനത്തോടെ ദൂരസ്ഥരും സമീപസ്ഥരും കർത്താവിന്റെ ജയം നൽകുന്ന സ്ലീബായാൽ രക്ഷിക്കപ്പെട്ടിരിക്കുന്നവരും വിശുദ്ധ മാമോദീസായാൽ മുദ്രയിടപ്പെട്ടിരിക്കുന്നവരുമായുള്ളത് ഈ തൃത്വം നിങ്ങളുടെ കടങ്ങളെ പരിഹരിച്ച കുറവുകളെ ക്ഷമിച്ച് ആത്മാക്കളെ ആശ്വസിപ്പിക്കും. പാപിയുമായ ദാസൻ ഞാനോ, നിങ്ങളുടെ പ്രാർത്ഥനയാൽ കരുണയും സഹായവും കണ്ടെത്തുവാൻ നിങ്ങൾ തെളിഞ്ഞ സന്തോഷത്തോടെ സമാധാനത്തോടു കൂടി പ്രാർത്ഥിച്ച് ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിപ്പീ. മധ്യസ്ഥ
Yeah.